നമ്മുടെ ഇന്നത്തെ 32nd അതൊരു രസമില്ലല്ലേ, 32ാമത്തെ ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയില്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 32ാമത്തെ ക്ലാസ് ആയിരുന്നു. മീൻസ് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. എനിക്ക് എത്ര മാർക്കാണ്? ചും 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 100ൽ 80 മാർക്ക് കിട്ടും. വലിയ എന്താ, ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് മാർക്ക് പോയത്. സ്പീക്കിങ്ങിന് എനിക്ക് 25ൽ 22 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പോയത് ഹ്യോറിനും ലേസനുമാണ്. ഇങ്ങനെ കേട്ടിട്ട് പറയുന്നതും അതിനെനിക്ക് 18 മാർക്കുള്ളൂ 25ൽ. ലേസനാണ് എനിക്ക് കുറേ മാർക്ക് കുറഞ്ഞത്, അത് 15 ജസ്റ്റ് പാസ്സുള്ളൂ ലേസനിൽ. പക്ഷേ ഈ എല്ലാം ഇതും കാറ്റഗറിയും കൂടിയിട്ടാണ് നമുക്ക് മാർക്ക് വരുന്നത്. ഗ്രാമർ ഉണ്ടായിരുന്ന എക്സാം അത് 50 മാർക്കിലായിരുന്നു, അതിൽ 45 എന്തോ കിട്ടി. അപ്പോൾ ലേസന് 15, ഹ്യോറിന് 18, സ്പീക്കിങ്ങിന് 22, പിന്നെന്തായിരുന്നു ഷൈബൻ എനിക്ക് ഫുൾ മാർക്കാണ്. എഴുതായിരുന്നു, എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടേ മുതൽ. അപ്പോൾ എഴുതാൻ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് 100ൽ 80 മാർക്ക് കിട്ടി. കുഴപ്പമില്ലാത്ത മാർക്കാണെന്നാണ് പറഞ്ഞത്. ഇനി മെയിൻ എക്സാമിന് എന്താവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇന്നെന്തായിരുന്നു ഇപ്പോൾ ക്ലാസ്? ഇന്ന് സ്പീക്കിംഗ് ആയിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സിറ്റുവേഷൻ തരും. ഇപ്പം എൻ്റെ പാർട്ട്ണർക്കും ആൾക്ക് പല്ലുവേദനയായിരുന്നു. അപ്പം ഞാനും ആളും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്, ഒരാളുണ്ട്. ആ കോമൺ ഫ്രണ്ടിനെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങൾ എന്ത് ഗിഫ്റ്റാണ് മേടിക്കുന്നത്, എപ്പോഴാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കോൺവെർസേഷൻ ആയിരുന്നു. രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മാമും ഞങ്ങൾ മാത്രമായതുകൊണ്ട് കുഴപ്പമില്ല, നാണക്കേടില്ല. അല്ലെങ്കിൽ നാണം കേട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. അയ്യോ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഞങ്ങൾ. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ നന്നായി പറയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ മാം പറഞ്ഞത്. ഞങ്ങളുടെ മാം ഭയങ്കര പോസിറ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾക്കും വലിയ സീനില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ കോൺവെർസേഷനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. A1 ലെവൽ കോൺവെർസേഷൻ. ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നോക്കുമ്പോൾ ഞങ്ങൾ ഈ സെയിം വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നത്, സെയിം വൊക്കാബിനെ റിപ്പീറ്റ് ചെയ്യുന്നത്. മീൻസ് ഇങ്ങനെ പഠിച്ച വേർഡ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയപ്പോൾ കേട്ടോ.